Hi everyone, this is Abin from Abika. അങ്ങനെ നമ്മുടെ iOS 17ന്റെ ബീറ്റ 3 റീ-റിലീസ് നമുക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 249.6 MB-ലാണ് എൻ്റെ ഐഫോൺ 11-ൽ. അത് മിക്ക ഫോണിലും 200-300 MB-ലാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ആപ്പിൾ iPadOS 17 ബീറ്റ 3 റീ-റിലീസ് ചെയ്തിട്ടുണ്ട്. macOS 14 ബീറ്റ 3 റീ-റിലീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ tvOS 17 ബീറ്റ 3 റീ-റിലീസും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ വാച്ച്ഓസിൻ്റെ ഒരു പുതിയ റീ-റിലീസോ അപ്ഡേഷനോ വന്നിട്ടില്ല. നമ്മുടെ ഈ ഒരു iOS 17ൻ്റെ കാര്യങ്ങൾ പറയുന്നത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാൻ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇത്രയും നാളായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ മാറ്റം ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്താൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 17 21A5277J എന്ന്. നമുക്ക് നേരത്തെ ഉണ്ടായ ബീറ്റ 3ൽ വന്ന സെയിം ബിൽ നമ്പർ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ആൽഫബറ്റ് ലാസ്റ്റ് ഉണ്ടായ ആൽഫബറ്റിൽ മാത്രമാണ് ചേഞ്ച് ഉണ്ടായത്. നേരത്തെ നമ്മുടെ ബീറ്റ 3ൽ H ആയിരുന്നു. ഇപ്പോൾ പറയുന്ന റീ-റിലീസിൽ അത് Jയിലേക്ക് മാറിയിട്ടുണ്ട്. അതേപോലെ ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പുതിയൊരു മോഡേൺ ഫേമിൻ്റെ അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മുടെ ബീറ്റ 3ലുണ്ടായ ആ ഒരു കണക്റ്റീവ് ഇഷ്യൂ ചിലപ്പോൾ ഈ ഒരു അപ്ഡേഷനിലും നമുക്ക് നിലനിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മാറ്റങ്ങളുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ മാറ്റം വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റാൻഡ് മൈ എന്ന് പറഞ്ഞ മോഡിലാണ്. ആ ഒരു സ്റ്റാൻഡ് മൈ മോഡിലേക്ക് ഇട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. സ്റ്റാൻഡ് ബൈയിൽ വന്നിരിക്കുന്ന മാറ്റം ഈ ഒരു വാച്ച് ഫേസിലാണ്. അതിന് കാണാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഒരു എഡിറ്റ് ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കുറേ കളർ പല്ലറ്റ്സ് ഇപ്പോൾ കാണാൻ പറ്റും. നമുക്ക് ഡുവൽ ടോണിലും കളർ പല്ലറ്റ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ ഒരു കളർ പല്ലറ്റ്സ് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു വാച്ചിൻ്റെ ഭംഗി നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു വാച്ച് പീസ് ഞാൻ ഇട്ടു. ഇപ്പോൾ നമുക്ക് സിംഗിൾ കളർ ആണെന്നെങ്കിൽ ഈ ഒരു കളർ മാത്രമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഡുവൽ ടോൺ ആകുമ്പോൾ നമുക്ക് ഈ ഒരു കളർ ഓപ്ഷനിലേക്ക് വരികയും നമുക്ക് ജസ്റ്റ് ഒന്ന് ഡൺ കൊടുത്താൽ ആ ഒരു കളർ ഓപ്ഷനിലേക്ക് നമ്മുടെ സ്റ്റാൻഡ് ബൈയിലെ വാച്ച് ഫേസ് മാറുന്നതായിരിക്കും. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ കീബോർഡിലാണ്. അതിന് സെറ്റിങ്സിലേക്ക് പോവുക. അവിടെ ജനറൽ, പിന്നെ താഴത്തേക്ക് പോയിട്ട് നമ്മുടെ കീബോർഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ കീബോർഡ്സിൽ ഞാനിപ്പോൾ ജർമ്മൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മാറ്റം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ സഫാരിയിലേക്ക് പോവാം. ഈ ഒരു കീബോർഡ് എടുത്തതിന് ശേഷം ഞാൻ ജർമ്മൻ കീബോർഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ നേരെ ജസ്റ്റ് ഒന്ന് ഈ പറയുന്ന കീബോർഡിൽ സ്ക്രബിൾ ചെയ്യുമ്പോൾ ക്വിക്ക് പാത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ യൂസ് എന്താണെന്ന് വെച്ചാൽ ഈസി ആയിട്ടുള്ള റിപ്ലൈ നമുക്ക് അയക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ സെറ്റിങ്സിൽ സിറിയിലും നമുക്ക് മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഈ പറഞ്ഞ സിറിയൻ സെർച്ച് എടുക്കാം. ലാംഗ്വേജിൽ നമുക്ക് ഈ പറയുന്ന ജർമ്മനി സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ജർമ്മനി നോക്കട്ടെ, ഒരു സെക്കൻഡ്. ഇപ്പോൾ നമ്മൾ ജർമ്മൻ സെലക്ട് ചെയ്തു. അവിടെ ചേഞ്ച് ലാംഗ്വേജ് കൊടുത്തു. സിറിയുടെ ആ ഒരു വോയിസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ചധികം വോയിസുകളും പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വോയിസ് Hallo, ich bin Siri. Wähle die Stimme aus, mit der ich sprechen soll. സെക്കൻഡ് വോയിസ് Hallo, ich bin Siri. Wähle die Stimme aus, mit der ich sprechen soll. തേർഡ് വോയിസ് Hallo, ich bin Siri. Wähle die Stimme aus, mit der ich sprechen soll. ഫോർത്ത് വോയിസ് Ich bin Siri. Wähle die Stimme aus, mit der ich sprechen soll. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എവിടെയാണ് ഹെൽപ്ഫുൾ ആകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജർമ്മനിൽ കുറേയധികം കൂട്ടുകാർ പഠിക്കാനും വർക്ക് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. അവർക്ക് ഈ പറഞ്ഞ ലാംഗ്വേജും അതേപോലെ കീബോർഡും സെർച്ചും കാര്യങ്ങളെല്ലാം അവർക്ക് കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആകും. അപ്പോൾ അങ്ങനത്തെ ഒരു യൂസസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ഒരു വീഡിയോ എന്തായാലും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിർബന്ധമായി. അടുത്ത് വന്നിരുന്ന മാറ്റം നമ്മുടെ കോണ്ടാക്റ്റിലാണ്. നമ്മുടെ കോണ്ടാക്ട് പോസ്റ്ററിൽ മോണോഗ്രാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ എഡിറ്റിലേക്ക് പോവുക. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കസ്റ്റമൈസ് ക്രിയേറ്റ് ന്യൂ എന്നുണ്ട്. ക്രിയേറ്റ് ന്യൂവിൽ ഇവിടെ മോണോഗ്രാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. ഇപ്പം നമുക്ക് ഈ പറഞ്ഞ ടെക്സ്റ്റാണ് മോണോഗ്രാം എന്ന് പറയുന്നത്. ഈ ഒരു കളർ പാലറ്റിൽ ടാപ്പ് ചെയ്താൽ നിങ്ങൾക്കിപ്പോൾ ഇഷ്ടം പോലെ കളേഴ്സ് ഇവിടെ കാണാൻ പറ്റും. ഈ പറഞ്ഞ കളറിൻ്റെ വേരിയേഷനും ആപ്പിൾ ഈ പറഞ്ഞ ബീറ്റയിൽ കൊണ്ടുവന്നിരിക്കുന്ന വലിയൊരു മാറ്റമാണ്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ സ്പോർട്സ് സെർച്ചിലാണ്. സ്പോർട്സ് സെർച്ച് നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ചധികം ആർട്ടിസ്റ്റുകളുടെ പേര് സെർച്ച് ചെയ്തേക്കുക. ഇപ്പം ഞാനിപ്പോൾ ടൈലർ സ്വിഫ്റ്റിൻ്റെ ആ ഒരു പേരടിച്ചു. ടൈലർ സ്വിഫ്റ്റിൻ്റെ പേരടിച്ചപ്പോഴത്തേക്കും ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ ലേറ്റസ്റ്റ് റിലീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും പുതിയ ആ ഒരു സോങ് നമുക്കിവിടെ അറിയാൻ പറ്റും. എങ്ങനെയാണ് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും
നമുക്കിവിടെ അറിയാൻ പറ്റും. ആൻഡ് താഴത്തേക്ക് വേണമെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയയും അതേപോലെ ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കേൾക്കാം, ഏതൊക്കെ ഒഫീഷ്യൽ ലിങ്ക്സ് ആണുള്ളത് എന്നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്പോർട്സ് സെർച്ച് അത്യാവശ്യം നല്ല രീതിക്ക് ആപ്പിൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ അപ്ഡേഷനിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ബഗ് ഫിക്സും അതേപോലെ ബഗ്സും പെർഫോമൻസിൻ്റെ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇനി റിലീസ് നോട്ടിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരെ ഈ പറഞ്ഞ ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോവുക. നമ്മൾ റീസെൻ്റ് ആക്ടിവിറ്റി എടുക്കുക. iOS 17 ആ ഒരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇഷ്യൂസ് ആപ്പിൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയ ഫീച്ചേഴ്സും ആപ്പിൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ പറ്റും. കുറേയധികം കാര്യങ്ങൾ ആപ്പിൾ ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ റിലീസ് നോട്ട് ഈ പറയുന്ന ബീറ്റ 3 റിലീസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ലഭിച്ചില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ബീറ്റയുടെ ആ ഒരു റിലീസ് നോട്ട് ആപ്പിൾ റിലീസ് ചെയ്തത്. അതുകൊണ്ട് ബീറ്റ 3ൻ്റെ വീഡിയോയിൽ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റിയില്ല. ഇനി ബഗ്സിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ ബഗ് വന്നിരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന ത്രെഡ്സ് ആപ്പിലാണ്. ത്രെഡ്സ് ആപ്പിൽ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ വെവിക്കയുടെ ചാനലിൻ്റെ പ്രൊഫൈൽ. അതേപോലെ നമ്മളിപ്പോൾ പുതിയൊരു വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ പുതിയൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫോട്ടോ ഇപ്പോൾ എടുത്തു, ആ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ ആഡ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ആ ആപ്പ് ക്രാഷ് ആവും. ഐദർ ഇത് മെറ്റയുടെ ബഗ്ഗായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ OSൻ്റെ ബീറ്റയുടെ ബഗ്ഗായിരിക്കാം. ബീറ്റ റൺ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇതേപോലെ ത്രെഡ്സ് ആപ്പ് ക്രാഷ് ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യേണ്ടതാണ്. നമ്മുടെ പെർഫോമൻസിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഡീസൻ്റായ ഒരു പെർഫോമൻസ് എനിക്ക് ലഭിക്കുന്നുണ്ട്. ആപ്പ് ലൈബ്രറിയിലാണെങ്കിലും കാര്യങ്ങളെല്ലാം ഒന്നും ഗ്ലിച്ചി അല്ലാതെ എനിക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കോൾ ഓഫ് ഡ്യൂട്ടി എന്ന ഗെയിം അത് അത്യാവശ്യം നല്ല ഹെവി ഗെയിമാണ്. അത് കളിക്കുമ്പോഴും എൻ്റെ ഡിവൈസ് പെർഫോമൻസിൽ വലിയ ലാഗ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ ഗീക്ക് ബെഞ്ച് സ്കോർ റിസൾട്ട് നോക്കുകയാണെങ്കിൽ സിംഗിൾ കോർ വരുന്നത് 1730യും മൾട്ടി കോർ വരുന്നത് 3270യുമാണ്. അത്യാവശ്യം നല്ല ഗീക്ക് ബെഞ്ച് സ്കോർ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു iOS 7ൻ്റെ ഒരു അപ്ഡേഷൻ്റെ കാര്യം ഞാൻ പറയാണ്ട് വിട്ടുപോയി. അതെന്താണെന്ന് വെച്ചാൽ iOS 7ൻ്റെ ബീറ്റ 3 വന്നതിന് ശേഷം ഞാൻ അപ്ഡേറ്റ് ടുനൈറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഡിവൈസ് ഓട്ടോമാറ്റിക്കലി ഫോൺ ലോക്കാണ്, പവറിലാണ് എന്നറിഞ്ഞാൽ രാത്രിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവും. പക്ഷേ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ഒരു OS ഡിവൈസിലേക്ക് ഡൗൺലോഡ് ചെയ്യും. അതിനുശേഷം വരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് നിങ്ങളിപ്പോൾ കാണുന്ന അപ്ഡേറ്റ് സ്കെഡ്യൂൾ എന്ന് കാണിക്കും. അതിലും നമുക്ക് ഈ പറയുന്ന അപ്ഡേറ്റ് നൗവും ക്യാൻസൽ അപ്ഡേറ്റും ചെയ്യാൻ പറ്റുന്ന ഒരു മാറ്റം ആപ്പിൾ iOS 17ൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ പറയുന്ന അപ്ഡേഷനിൽ വന്നിരുന്ന ചെറിയൊരു മാറ്റമാണ്. ഇനി ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരോട് എപ്പോഴും പറയാറുണ്ട്, ഒരു OS ഇൻസ്റ്റാൾ ചെയ്ത് അപ്പോൾ തന്നെ ബാറ്ററി നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലാസ്റ്റ് ഉണ്ടായ OSൻ്റെ ആ ഒരു പെർഫോമൻസ് ബേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ചാർജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഗെയിം കളിക്കുമ്പോഴും അതേപോലെ ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ യൂഷ്വലി കുറയുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ബാറ്ററി ഡ്രെയിൻ ഔട്ട് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ എൻ്റെ റീസെൻ്റ് ആക്ടിവിറ്റീസിലുള്ള ബാറ്ററി ഹെൽത്തിൻ്റെ യൂസേജ് നോക്കിയാൽ യൂട്യൂബ് 37%, ഇൻസ്റ്റാഗ്രാം, ഫോൺ, കോൾ ഓഫ് ഡ്യൂട്ടി എന്നീ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇനി എൻ്റെ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ 83% ഇപ്പോഴും ആ ഒരു ബാറ്ററി കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂ അതല്ലെങ്കിൽ തെർമൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഡിവൈസ് ഇത്ര നേരം ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ചെറിയൊരു ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബാറ്ററി മോഡ്യൂളിൻ്റെ ഭാഗത്തു നിന്നാണ് ചെറിയൊരു ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. യൂഷ്വലി ആപ്പിളിൻ്റെ ഈ പറഞ്ഞ വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് ചൂട് വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു ബീറ്റയിൽ എനിക്ക് ആ ഒരു ചൂട് ബാറ്ററി മോഡ്യൂളിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റോറേജിൻ്റെ കാര്യങ്ങൾ കുറേ കൂട്ടുകാർ പ്രശ്നം പറയുന്ന കാര്യമാണ്. നമ്മുടെ ഈ പറയുന്ന ഐഫോൺ സ്റ്റോറേജ് എടുക്കുക. ഐഫോൺ സ്റ്റോറേജ് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കാണാനും മനസ്സിലാക്കാനും റിവ്യൂ ചെയ്യാനും നമുക്കിവിടെ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ നേരെ താഴത്തേക്ക് പോകുമ്പോൾ സിസ്റ്റം ഡാറ്റയും അതേപോലെ iOS ഡാറ്റയും നമുക്കിവിടെ കാണാൻ പറ്റും. ഏകദേശം 34.44 GB ആണ് എൻ്റെ സിസ്റ്റം ഡാറ്റ എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റം ഡാറ്റ ഫുൾ ടൈം ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. കാരണം നമ്മുടെ ഡിവൈസിൻ്റെ എല്ലാ ആപ്സുകളുടെയും ക്യാഷും തമ്മിൽസൊക്കെയാണ് ഈ പറയുന്ന സിസ്റ്റം ഡാറ്റ എന്ന് പറയുന്നത്. ആ ഒരു ഡാറ്റ നമുക്ക് കുറയ്ക്കണമെങ്കിൽ നമ്മുടെ ഡിവൈസിലെ ആപ്സുകൾ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമാണ് ഈ ഒരു സ്റ്റോറേജിന് ആ ഒരു സിസ്റ്റം ഡാറ്റ കുറയുള്ളൂ. ഇനി നമ്മുടെ iOS 17ൻ്റെയും 16ൻ്റെയൊക്കെ റിലീസുകളും കാക്കി കാര്യങ്ങളും നമുക്ക് നോക്കാം. iOS 17ൻ്റെ പബ്ലിക് ബീറ്റ നമുക്ക് യൂഷ്വലി റിലീസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഇന്നായിരിക്കാം അല്ലെങ്കിൽ നാളെ ആയിരിക്കാം. കാരണം iOS 17ൻ്റെ റിലീസ് വന്നതിന് ശേഷം തന്നെയാണ് പബ്ലിക് ബീറ്റയും ആപ്പിൾ റിലീസ് ചെയ്യാറ്. iOS 16ലും അതേപോലെ തന്നെയായിരുന്നു. iOS 16ൻ്റെ
ഒരു ബീറ്റ 3ൻ്റെ റിലീസിന് ശേഷമാണ് iOS 6ൻ്റെ പബ്ലിക് ബീറ്റ ആപ്പിൾ റിലീസ് ചെയ്തത്. ആ സെയിം പാറ്റേൺ ആണ് ആപ്പിൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇനി 16.6ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്കൊരു 2 വീക്കിനുള്ളിലായിരിക്കും ലഭിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് വീക്കിൽ RC റിലീസും അതിനുശേഷം എൻഡ് ഓഫ് ദ മന്തിലായിരിക്കും നമുക്ക് iOS 16.6ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റും വരാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ iOSൻ്റെ പ്രഡിക്ഷൻ ഡേറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് വരുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് iOS 17 ബീറ്റ 3ൻ്റെ റിലീസിൽ കുറച്ചധികം മാറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു മാറ്റങ്ങൾ നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്പനിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇടുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Epica.